റെനി, റെക്സ്, ടോണി, ആൽബി, ആഷിൻ, അനു, അനൽ എന്നിവരാണ്. നമുക്കെല്ലാവർക്കും ഒരു കൈയോടിയോടുകൂടി ഇവർക്ക് സ്വാഗതം ചെയ്യാം. അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ രണ്ടുപേരെ അച്ഛന്മാരെത്തിയിട്ടു. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. അച്ഛന് കാലുവേദനകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓടി വരാൻ പറ്റുമോ? അല്ല, ഈ മാസം എത്രാമത്തെ തവണയാണ് ഒന്ന് വന്നു പോകുമ്പോൾ എത്ര ചിലവോ? ചെലവ് മാത്രമാണ്. ഓഫീസിലെ കാര്യം ഇടയ്ക്കിടയ്ക്കുള്ള കാര്യകാരനെ ഒരു കാര്യം നടക്കുന്നില്ല. ഇതൊന്നും ഇവിടുത്തെ അച്ഛനായില്ലല്ലോ. അച്ഛന് തോന്നുമ്പോൾ മക്കൾ കൊണ്ടുവരികയാണ്. അതിപ്പോ ഗൾഫിലായാലും അമേരിക്കയിലായാലും. അല്ല, നിങ്ങളതൊന്നും ഇല്ലാത്തത് എല്ലാം ശരിയാണ്. പക്ഷെ അച്ഛനെ സമ്മതിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ശരിയാണ്, പറഞ്ഞ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ആദ്യം വിഷമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കാര്യമാണ്. പിന്നല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റൂ. എന്തായാലും രാമേട്ടനോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാം. ബാക്കി അത് കഴിഞ്ഞു. എന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് എന്താ ആരും ഉണ്ടാകുന്നത്? രാമേട്ട വളച്ചൊടിക്കാതെ കാര്യം പറയാം. ഇവർക്ക് അവിടുത്തെ ജോലിത്തിരക്ക് കാരണം എപ്പോഴും ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈശ്വരനുഗ്രഹം കൊണ്ട് ഇപ്പോഴത്തെ ഈ ചെറിയ തിരക്ക് മാത്രമേ പറ്റൂ. ഇനി ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ നോക്കാൻ കാണാൻ ആരില്ലാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനിയുടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഞങ്ങളുടെ തീരുമാനം. രാമേട്ടൻ്റെ മക്കളുടെ താല്പര്യവും അറിയുന്ന. അതുകൊണ്ട് എനിക്കൊന്നും പറയരുത്. അതിപ്പോൾ ഇവരുടെ കൂടെ ദുബായിലോട്ടൊക്കെ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അയ്യോ, അവിടെ വന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നേരില്ല അല്ലേ? അതെ, അച്ഛനത് ബുദ്ധിമുട്ടായിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പിള്ളേരവരുടെ ജോലിയും കാര്യങ്ങളിലായിട്ട് ഒന്ന് സെറ്റാണോ? രാമേട്ടനെ ഇവിടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കുക. നമ്മുടെ മക്കളൊരു നല്ല നിലയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഭാരമാകുമല്ലോ. അച്ഛനോട് നിങ്ങൾക്ക് പറയാനോട് പറ. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാം. ഞങ്ങൾ എത്ര വരെ നിലനിർത്തിയാലും എൻ്റെ ഏട്ടൻ്റെ ശ്വാസം എടുക്കുന്നവരെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കൊരു ഭാരമല്ല. നിങ്ങൾക്കറിയില്ല അച്ഛൻ. നിങ്ങളുടെ വിളിച്ചെത്തിയതേ ഞങ്ങളുടെ ഓൺലൈൻ മൂലങ്ങൾ വഴി കാണിച്ചു കൊടുക്കാൻ. ഞങ്ങളുടെ അച്ഛനെ സ്വന്തം അച്ഛനെ കാണാൻ സാധിക്കാത്ത നിങ്ങളെ മാത്രം സ്വന്തം വീട്ടിലേക്ക് അവർ തെറ്റാതെ കാണിച്ചു കൊടുക്കാൻ. രണ്ടിനെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് അറിയിക്കണം. അച്ഛൻ വന്നേ. അച്ഛനെ കൊണ്ട് വരില്ലാതെ പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ തന്നെ കൊടുക്കുന്നത്. ഒന്ന് നിന്നേ. എങ്ങോട്ടാ? തെറ്റിലെണ്ണ പുറത്താക്കാനേ ഇത് പാർട്ടി ഓഫീസർ. കുടുംബവും വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാവും. അതൊന്നും ആ പണിക്കപ്പുറത്തേക്ക് പോകണ്ട. കേറി പോയി